നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. പലർക്കും വളരെ താല്പര്യമുള്ള ഒരു ജോലിയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ജാപ്പനീസ് ടെക്നോളജി സ്ഥാപനമായ ടെസ്റ്റ് റിംഗ് അതിൻ്റെ ജീവനക്കാർക്ക് നൽകുന്നത് ഒരു അടിപൊളി ഓഫറാണ്. അസാധാരണമായ ചില ആനുകൂല്യങ്ങളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മദ്യപിച്ച് ഓഫീസിലെത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ് സാധാരണ കമ്പനികളുടെ എല്ലാം രീതി. നമ്മൾ ഇന്ത്യയിൽ കാണുന്നതും അതുതന്നെയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ജപ്പാനിലെ ഈ ടെക് കമ്പനി. ശമ്പളം ഇത്തിരി കുറവായിരിക്കും, എന്നാലും ജോലിക്കിടെ സൗജന്യമായി മദ്യം വിളമ്പും. ഹാങ് ഓവർ മാറ്റാൻ ഇടവേളകളും നൽകും എന്നാണ് ഓഫർ. ശമ്പളം കുറവെന്ന് വെച്ചാൽ 22 ലക്ഷം യെന്നാണ് കമ്പനി തുടക്കക്കാർക്കായി നൽകുന്ന ശമ്പളം. ജോലിക്കായി അപേക്ഷകൾ ക്ഷണിച്ചതിനോടൊപ്പമാണ് കമ്പനി ഇക്കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. ജപ്പാനിലെ തൊഴിലാളി ക്ഷാമം നേരിടാൻ ഒസാക്ക ആസ്ഥാനമായുള്ള സംഘടന പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനുമാണ് കമ്പനി ഇത്തരം അവസരങ്ങൾ നൽകുന്നത്. ജോലിക്കിടെ മദ്യം നൽകുമെന്ന് മാത്രമല്ല, 2-3 മണിക്കൂർ വേണമെങ്കിൽ ഹാങ് ഓവർ മാറ്റാനായി മാറ്റിവെക്കാം എന്നാണ് കമ്പനിയുടെ വാഗ്ദാനം. തലേദിവസം രാത്രിയിൽ കുറച്ച് കൂടുതൽ കഴിച്ചുവെങ്കിൽ ഹാങ് ഓവറിൽ നിന്ന് കരകയറാനുള്ള സമയം രാവിലെ എടുക്കാമെന്നും ഓഫറുണ്ട്. സാധാരണയായി രാവിലെ 9 മണിക്കാണ് ജോലി ആരംഭിക്കുന്നത് എങ്കിൽ അവർക്ക് അവരുടെ അലാറം സ്നൂസ് ചെയ്തു വെച്ച് സുഖമായി ഉറങ്ങി ഹാങ് ഓവർ എല്ലാം മാറി 12 മണിക്ക് ജോലിയിൽ കയറാനും അനുവാദമുണ്ട്. ജീവനക്കാർക്ക് ഓഫീസിൽ ഒരു ബിയർ ടാപ്പും മറ്റു ലഹരി പാനീയങ്ങളും ലഭിക്കും. വലിയ ശമ്പളം നൽകാൻ സാധിക്കില്ല, അതുകൊണ്ട് വ്യത്യസ്തമായൊരു ജോലി സംസ്കാരം കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചു എന്നാണ് കമ്പനി സിഇഒയുടെ വിശദീകരണം. കഴിഞ്ഞ 3 വർഷമായി ആരോഗ്യകരമായ തൊഴിലന്തരീക്ഷം വളർത്തുന്നതിനും മെച്ചപ്പെട്ട ബിസിനസ് പ്രകടനം സാധ്യമാക്കുന്നതിനും ജീവനക്കാർക്ക് തൊഴിൽ സംതൃപ്തി നൽകുന്നതിനും നയങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ടെസ്റ്റ് റിംഗിന്റെ പ്രസിഡന്റ് ഡൈഗാഗു ഷിമാഡ ഒരു TV അഭിമുഖത്തിൽ പറയുന്നത്. ടെസ്റ്റ് റിംഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ തകുയ സുഗിയുറ കൻസായി പറയുന്നത്, ജീവനക്കാരുടെ ശമ്പളം മിനിമം വേതനത്തിന് തൊട്ട് മുകളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് ഏകദേശം 1.5 ലക്ഷം രൂപ. ഇതുകൂടാതെ ഓവർ ടൈം ജോലി ചെയ്താൽ കൂടുതൽ പണം നൽകാറുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ ശമ്പളം നൽകാൻ കഴിയില്ല, അതിനാൽ ജീവനക്കാർക്ക് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുകയാണ്. കൂടുതൽ ആസ്വാദ്യകരമായ തൊഴിലന്തരീക്ഷം ഉണ്ടായിരിക്കുന്നത് നല്ല ആശയമാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇന്ത്യയിൽ ഇത്തരമൊരു മാറ്റം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. തൊഴിൽ സമയത്ത് മദ്യം കൊടുക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ജപ്പാനിൽ അങ്ങനെ ഒരു ടെക് കമ്പനി ഉണ്ട് എന്ന് പറയുന്നു. കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം.